ഹല്ലേലൂയ പറ. യേശുവിൽ ഞാൻ ചാരിടും, യേശുവിൽ ഞാൻ ചാരിടും. ആഴികളും തിരമാലകളും ആർത്തിരമ്പും നേരത്തും യേശുവിൽ ഞാൻ ചാരിടും, യേശുവിൽ ഞാൻ ചാരിടും. ആഴികളും തിരമാലകളും ആർത്തിരമ്പും നേരത്തും. കരമുയർത്തി. വല്ലഭമീ കോട്ട, വല്ലഭമീ ശൈലം, വല്ലഭമീ കോട്ട, വല്ലഭമീ ശൈലം. നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ നിൻ ദാസൻ, നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ നിൻ ദാസൻ. യേശുവിൽ ഞാൻ ചാരിടും, യേശുവിൽ ഞാൻ ചാരിടും. Come on. യേശുവിൽ ഞാൻ ചാരിടും, യേശുവിൽ ഞാൻ ചാരിടും. ആഴികളും തിരമാലകളും ആർത്തിരമ്പും നേരത്തും, ആഴികളും തിരമാലകളും ആർത്തിരമ്പും നേരത്തും. Are you happy? Oh! വല്ലഭമീ കോട്ട, വല്ലഭമീ ശൈലം, വല്ലഭമീ കോട്ട, വല്ലഭമീ ശൈലം. നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ നിൻ ദാസൻ, നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ നിൻ ദാസൻ. കരങ്ങൾ ഉയർത്തി അടിച്ചേ. സന്തോഷിച്ചേ. നമ്മൾ ആരുടെ കയ്യിലാണെന്നറിയോ? യേശുവിന്റെ കയ്യിലാണ്. കൈ കൊടുത്ത് പറ, നീ ആരുടെ കയ്യിലാണ്? യേശുവിന്റെ കയ്യിലാണ്. നിങ്ങളുടെ കൈയുടെ ഉള്ളിലോട്ട് നോക്കിയിട്ട് പറഞ്ഞ്, യേശുവിന്റെ കൈക്കുള്ളിലാണ് ഞാൻ. ആമേൻ. ഒന്ന് സ്വയം നോക്കിയേ, നിങ്ങളുടെ കൈയുടെ ഉള്ളിലോട്ട് നോക്കിക്കേ. നല്ല കൈയാണോ? നല്ല കൈയാണോ? ഈ കൈ ചിലരുടെ മുമ്പിലൊക്കെ പണ്ട് ചിലരൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ പറഞ്ഞിട്ട്. ആ പറഞ്ഞതൊക്കെ തെറ്റായി പോയി, ആ പറഞ്ഞൊന്നും നടന്നില്ല, അതൊക്കെ കള്ളത്തരമായിരുന്നു. പക്ഷെ അതിനപ്പുറം ഞാനൊരു വലിയ വാക്ക് പറയട്ടെ. ഈ യേശുവിന് ഇതുപോലെ രണ്ട് കൈയുണ്ട്. ആ കൈക്കുള്ളിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ ഭാവിയെ നിശ്ചയിക്കുന്നത് ഈ ലോകത്തിന്റെ ഒന്നുമല്ല, നമ്മളുടെ ഭാവി യേശുവിന്റെ കൈകളിലാണ്. ഈ വല്ലഭൻ കോട്ട, വല്ലഭമീ ശൈലം, വല്ലഭമീ കോട്ട, വല്ലഭമീ ശൈലം. നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ നിൻ ദാസൻ, നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ നിൻ ദാസൻ. യേശുവിൽ ഞാൻ ചാരിടും, യേശുവിൽ ഞാൻ ചാരിടും, യേശുവിൽ ഞാൻ ചാരിടും, യേശുവിൽ ഞാൻ ചാരിടും. ആഴികളും തിരമാലകളും ആർത്തിരമ്പും നേരത്തും, ആഴികളും തിരമാലകളും ആർത്തിരമ്പും നേരത്തും. തുള്ളിച്ചാടിക്കൊണ്ട് വല്ലഭമീ കോട്ട, വല്ലഭമീ ശൈലം, വല്ലഭമീ കോട്ട, വല്ലഭമീ ശൈലം. നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ നിൻ ദാസൻ, നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ നിൻ ദാസൻ. കരമടിച്ചുകൊണ്ട് ആർത്ത് വിളിച്ച് വെള്ളങ്ങൾ മീതെ കവിഞ്ഞു,
പ്രാണനു വേണ്ടി ഞാൻ പിടഞ്ഞു, വെള്ളങ്ങൾ മീതെ കവിഞ്ഞു. പ്രാണനു വേണ്ടി ഞാൻ പിടഞ്ഞു, വാഗ്ദത്ത നാടിനെ ഓർത്തു, ശാന്തത നൽകിയ ദൈവം. വാഗ്ദത്ത നാടിനെ ഓർത്തു, ശാന്തത നൽകിയ ദൈവം. വല്ലഭ നീ കോട്ട, വല്ലഭ നീ ശൈലം, വല്ലഭ നീ കോട്ട, വല്ലഭ നീ ശൈലം. കരമുയർത്തി അടിച്ചേ. നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ നിന്ദാസ്, നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ നിന്ദാസ്. വെള്ളങ്ങൾ മീതെ കവിഞ്ഞു, പ്രാണനു വേണ്ടി ഞാൻ പിടഞ്ഞു, വെള്ളങ്ങൾ മീതെ കവിഞ്ഞു, പ്രാണനു വേണ്ടി ഞാൻ പിടഞ്ഞു. വാഗ്ദത്ത നാടിനെ ഓർത്തു, ശാന്തത നൽകിയ ദൈവം. വാഗ്ദത്ത നാടിനെ ഓർത്തു, ശാന്തത. തുള്ളിച്ചാളാമോ? വല്ലഭ നീ കോട്ട, വല്ലഭ നീ ശൈലം, വല്ലഭ നീ കോട്ട, വല്ലഭ നീ ശൈലം. നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ നിന്ദാസ്, നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ നിന്ദാസ്. ഓ രണ്ട് കൈകൾ ഉയർത്തി തട്ടി. കരങ്ങൾ ഉയർത്തിക്കേ. യേശുവേ, ഭൂവിലെ വാസം തീരും വരെ വല്ലവൻ പണിയും തിരുകിയുമ്പോ. 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 വല്ലഭ നീ കോട്ട, വല്ലഭ നീ ശൈലം, വല്ലഭ നീ കോട്ട, വല്ലഭ നീ ശൈലം. നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ നിന്ദാസ്, നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ നിന്ദാസ്. ഭൂവിലെ വാസം തീരും വരെയും വല്ലവൻ പണിയും തിരുകിയുമ്പോ. ഭൂവിലെ വാസം തീരും വരെയും. ഒന്ന് പറയാൻ പറ്റോ? ഒന്നിന്റെ കൂടെ പറ. ഹേ, ഭൂവിലെ വാസം തീരും വരെയും വല്ലവൻ പണിയും തിരുകിയുമ്പോ. ഭൂവിലെ വാസം തീരും വരെയും വല്ലവൻ പണിയും തിരുകിയുമ്പോ. വല്ലഭ നീ കോട്ട, വല്ലഭ നീ ശൈലം, വല്ലഭ നീ കോട്ട, വല്ലഭ നീ ശൈലം. നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ നിന്ദാസ്, നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ നിന്ദാസ്. യേശുവിൻ ഞാൻ ചാരിടും, യേശുവിൻ ഞാൻ ചാരിടും. യേശുവിൻ ഞാൻ ചാരിടും, യേശുവിൻ ഞാൻ ചാരിടും. ആഴികളും തിരമാലകളും
ആർത്തീരം മുന്നേറത്തും ആഴികളും തിരമാലകളോ ആർത്തി രണ്ട് കൈകളും ഉയർത്തി അടിച്ചുകൊണ്ട് വല്ലഭമീ കോട്ട വല്ലഭമീ ശൈലം വല്ലഭമീ കോട്ട വല്ലഭമീ ശൈലം നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ നിന്ദാസ് നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ നിന്ദാസ്. അടുത്തിരിക്കുന്ന 1-2 പേരുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ഇത് അടുത്ത ഒരു ലെവലിലേക്ക് നിങ്ങൾ കയറുന്ന ദിവസമാണ്. നിങ്ങളങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ? എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരാളുടെ കൈ കൊടുത്തിട്ട് പറ, വേണേ എന്നെ ഇപ്പൊ കണ്ടോ, ഇനി എന്നെ നോക്കുന്നത് വേറൊരു തലത്തിലായിരിക്കും. Do you believe that? Do you expecting that? I am sure something is going to happen today. I am sure something is going to happen today. നിങ്ങളെ ദൈവം സ്പർശിക്കുന്നത് നിങ്ങൾ വ്യക്തിപരമായി അനുഭവിക്കാൻ പോകുന്നു. ഞാനിന്ന് വളരെ പ്രതീക്ഷയോടെയാണ് ഇന്ന് ദൈവദിനം പങ്കുവയ്ക്കാൻ പോകുന്നത്. പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങളിൽ പലരും എക്സ്പെക്റ്റേഷനോട് കൂടിയിരിക്കുന്ന പലർക്കും ഇന്ന് ഇങ്ങനെ സംഭവിക്കും. ഒരു കനലിൻ്റെ മുകളിൽ നിന്ന് അതിൻ്റെ ചാരം മാറിയിട്ട് അതിൻ്റെ ബ്രൈറ്റ്നെസ് വരുന്നത് പോലെ നിങ്ങളിൽ പലരും തിളക്കം പ്രാപിച്ചവരായി മടങ്ങിപ്പോകും. നിങ്ങളുടെ അകത്ത് വരാൻ പോകുന്ന അസാധാരണമായ ഒരു അനുഭവത്തെ സ്വപ്നം കണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നതും നമുക്കറിയാവുന്ന ചില കാര്യങ്ങളാണ്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ചില കാര്യങ്ങൾ ഞാനൊന്ന് തൊട്ടിട്ട് ഇന്നത്തെ പ്രധാന ചിന്തയിലേക്ക് വരും. അത് അല്പനേരം വിശദീകരിക്കുക മാത്രമേ ഇന്ന് ഞാൻ ചെയ്യത്തുള്ളൂ. അടുത്ത ആഴ്ചയോ വരുന്ന ആഴ്ചകളോ അതിനെ ആഴത്തിൽ പഠിപ്പിക്കും. കാരണം നമുക്ക് മനസ്സിലാകുന്നു എന്നറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും, മനസ്സിലായി എനിക്കറിയാവുന്നതാണെന്ന് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ആഴത്തിൽ നമ്മുടെ ഉള്ളിൽ അതില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ആഴത്തിൽ വരുന്നത് വരെ ഞാൻ പല പ്രാവശ്യം ആവർത്തിക്കുകയും നിങ്ങളുടെക്കുള്ളിൽ മനസ്സിലായെന്ന് എനിക്ക് തോന്നുമ്പോൾ അടുത്തതിലേക്ക് വരികയും ചെയ്യാനാണ് ആഗ്രഹം. അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ, നേരത്തെ പറഞ്ഞതല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളുടെ ഉള്ളിലേക്ക് അത് ആഴത്തിൽ പതിയണമെന്നാണ് എൻ്റെ ഉള്ളിലെ ചിന്ത. ഒരു ഹല്ലേലൂയ പറഞ്ഞേട്ടെ. താങ്ക് യു വെരി മച്ച്. ഇരിക്കാം നമുക്ക്. ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന മെസ്സേജിനെ ഞാൻ ഇട്ടിരിക്കുന്ന പേര് ഡൈനാമിക് എബിലിറ്റി ടു കോസ് ചേഞ്ചസ്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ്, ഡൈനാമിക് എബിലിറ്റി ടു കോസ് ചേഞ്ചസ്. ഇത് വലിയൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. കർത്താവ് വലിയ കാര്യങ്ങൾ നിങ്ങളിലൂടെ ചെയ്യുകയും ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ നാളുകളായി മനസ്സിലാക്കിയതും നമുക്കറിയാവുന്നതുമായ ഒരു കൂട്ടം കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ചർച്ചകളിലുണ്ടായൊരു വലിയ കാര്യം എനിക്ക് സന്തോഷം തോന്നിയത്, പല ചർച്ചകളിൽ നമ്മുടെ മറ്റ് ചർച്ചകളിലെല്ലാം അസാധാരണമായ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകുന്നു എന്ന് കേൾക്കുന്നത് വലിയ സന്തോഷമാണ്. എന്നോട് ആളുകൾ പറഞ്ഞു, ആളുകൾ വിഷൻ പ്രാപിക്കുന്നു, ദർശനങ്ങൾ അനുഭവിക്കുന്നു, ആളുകൾ പ്രവചിക്കുന്നു, ചില ആളുകൾക്ക് എന്താ പറയുക ട്രാൻസ് എന്ന് പറഞ്ഞ അനുഭവം ഉണ്ടാകുന്നു. അങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് കേൾക്കുന്നത് സന്തോഷമാണ്. ഞാൻ ഈ ഇടയ്ക്ക് ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് തോന്നിയത്, ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷം പുതിയ ആളുകൾ ചിലരൊക്കെ എന്നെ നോക്കുമ്പോൾ എന്നെ കാണുന്നില്ല, അതിന് പകരം വേറൊരാളെ അതിന് പകരം കാണുന്നു എന്ന് പറയാനായി തുടങ്ങി. നിങ്ങൾ പലരും അത് സാക്ഷ്യം കണ്ടു. എനിക്ക് തോന്നിയത് കുറെ കൂടെ ഡീപ്പറായ ഒരു ആത്മീയ അനുഭവത്തിലേക്ക് സഭ ഒരു പടി കൂടെ കയറുന്നു എന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരൊരാളിനോട് ചോദിച്ചു, പണ്ട് ബ്രദർ വരുമ്പോൾ ചില ആളുകളോട് ദൂത് പറയാൻ നിൽക്കുമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിനെ ഗൈഡ് ചെയ്യുന്നത് പോലെ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. ഇന്ന് എനിക്ക് ദൂത് പറയാനുള്ള ആഗ്രഹമില്ല. ഇന്ന് എൻ്റെ ഉള്ളിലെ ആഗ്രഹം, ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന മുഴുവൻ നിങ്ങളുടെ അകത്ത് കയറണമെന്നാണ് എൻ്റെ ചിന്ത. ഹല്ലേലൂയ പറഞ്ഞാട്ട്.
ചിലർ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ മീറ്റിങ്ങിന് ശേഷം നിങ്ങൾ ഇരുന്നാട്ടെ, ഞാൻ നിങ്ങളോട് സംസാരിക്കാം, കർത്താവ് എന്നോട് പറഞ്ഞത് പറയാം. പക്ഷേ ഉറപ്പായിട്ട് ചിലത് സംഭവിക്കാനായി പോകുന്നു. ആമേൻ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തുടങ്ങിയതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് നമ്മൾ സംസാരിച്ച് എന്താണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. നമുക്കിങ്ങനെ പറയാൻ കഴിയും, ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അത് ഈ ഭൂമിയിൽ ചെയ്തെടുക്കുന്നതും അല്ല, ഈ യൂണിവേഴ്സിൽ അത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. ഞാനിങ്ങനെ പറഞ്ഞു, ഗോഡ് സേ സംതിങ്, ഹി വിൽ ഡു ഇറ്റ്. അവൻ അത് ചെയ്തെടുക്കും. വേറെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹി ക്യാരീസ് ദ വർക്ക്സ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. അതിന് ആധാരമായ വാക്യങ്ങളെല്ലാം കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ വായിച്ചിരുന്നു. ഇനി അത് ആവർത്തിക്കേണ്ട കാര്യമില്ല. ഒന്ന് കരയുയർത്തി പറഞ്ഞ്, ദൈവത്തിൻ്റെ പ്രവർത്തികൾ ചെയ്തെടുക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. ഒന്ന് കരമുയർത്തി പറഞ്ഞ്, ദൈവത്തിൻ്റെ പ്രവർത്തികൾ ചെയ്തെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ കാഴ്ചയിൽ കാണുന്ന പ്രതലത്തിലേക്ക് അത് കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഈസ് എ ഡിസൈനർ. വേറൊരു ഭാഷയിൽ പറഞ്ഞു ഹീസ് എ ആർക്കിടെക്ട്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഹീ ഈസ് ഗോഡ്സ് ഡിസൈനർ. ദൈവത്തിൻ്റെ ഡിസൈൻ ചെയ്യുന്നയാളാണ് പരിശുദ്ധാത്മാവ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ ദൈവം എന്തെങ്കിലും ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിൽ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരുന്നവൻ. എന്നാൽ നമ്മൾക്ക് ഒരു പടി കൂടെ നമ്മൾ ചിന്തിച്ചു, ആ പരിശുദ്ധാത്മാവ് ഇന്ന് എൻ്റെ കൂടെ വാസം ചെയ്യുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ ഇല്ലെന്നല്ല എൻ്റെ അർത്ഥം, പക്ഷേ ആ പരിശുദ്ധാത്മാവ് എൻ്റെയും നിങ്ങളുടെയും കൂടെ വാസം ചെയ്യുന്നു. അതിന് വലിപ്പമുണ്ടോ? ഉണ്ട്. ദൈവം പറഞ്ഞത് യാഥാർത്ഥ്യമാക്കുന്നവന് ഇന്ന് എൻ്റെ കൂടെ വാസം ചെയ്യുകയാണ്. ഒന്ന് കൈകളടിച്ചു ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദമേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മൾ ഇങ്ങനെ അവനെ വിളിച്ചത് മാസ്റ്റർ ക്രാഫ്റ്റ് മാൻ. ഹല്ലേലൂയ, പ്രധാന ശില്പി. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്ത് പറഞ്ഞേ, പ്രധാന ശില്പി. നിങ്ങൾ നോക്കുകയും യേശു കർത്താവ് ഈ ഭൂമിയിൽ സുവിശേഷ പ്രവർത്തനം തുടങ്ങും, അല്ലെങ്കിൽ തൻ്റെ മിഷൻ ആരംഭിക്കുമ്പോൾ, മിഷൻ ആരംഭിച്ചത് 30-ാമത്തെ വയസ്സിലാണെങ്കിൽ മിഷൻ ആരംഭിക്കുന്നതിനേക്കാൾ മുമ്പ് പരിശുദ്ധാത്മാവിന് വേണ്ടി യേശു വെയിറ്റ് ചെയ്തു. ആരാണ് യേശു കർത്താവ്? ദൈവമാണ്. ആരാണ് യേശു കർത്താവ്? വചനം ജഡമായി തീർന്നവനാണ്. വചനം ജഡമായി തീർന്നവൻ, ദൈവമായവൻ, മനുഷ്യപുത്രനായവൻ, അവൻ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്തു? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി, പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി വെയിറ്റ് ചെയ്തു. എന്തിനു വെയിറ്റ് ചെയ്തു? കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ മിഷനെ ഈ ഭൂമിയിൽ കംപ്ലീറ്റ് ചെയ്യുവാൻ സഹായിച്ചത് പരിശുദ്ധാത്മാവായിരുന്നു. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയും എൻ്റെയും ഈ ഭൂമിയിലെ മിഷൻ കംപ്ലീറ്റ് ചെയ്യുവാൻ കഴിയണമെങ്കിൽ ആരുടെ സഹായം ഉണ്ടായേ ഒക്കത്തുള്ളൂ? പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഉണ്ടായേ ഒക്കത്തുള്ളൂ. കുറച്ചും കൂടെ ഗൗരവമായി പറയാം, യേശുവിനെ തൻ്റെ പ്രവൃത്തിയെ ഈ ഭൂമിയിൽ കംപ്ലീറ്റ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവിനെ ആവശ്യമുണ്ടായിരുന്നുവെങ്കിൽ എത്രയധികം എനിക്കും നിങ്ങൾക്കും ആവശ്യമാണ്. ഞാൻ ചിലരോടൊരു ദൂത് പറയട്ടെ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ പരിശുദ്ധാത്മാവുമായി ഒരു പടി കൂടെ അടുക്കുവാൻ പോകുന്നു. ഒരു ദൂത് കൂടെ പറയട്ടെ, അതിൻ്റെ റിഫ്ലക്ഷൻ എന്ത് സംഭവിക്കും? നിങ്ങളുടെ മിഷൻ ഈ ഭൂമിയിൽ കംപ്ലീറ്റ് ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചേ, യേശു കർത്താവ് ഈ ഭൂമിയിൽ വെച്ച് അത്ഭുതങ്ങൾ ചെയ്യുവാൻ തുടങ്ങിയത്, ചില ആളുകൾ ചില ചരിത്രങ്ങൾ വായിച്ചിട്ട് പറയുന്നത് യേശു 30-ാമത്തെ വയസ്സിന് മുമ്പും ശിശുവായിരിക്കുമ്പോഴും അത്ഭുതങ്ങൾ ചെയ്തിരുന്നു എന്നാണ്. എന്നാൽ ബൈബിൾ അതിന് ആധാരമായി ഒന്നും പറയുന്നില്ല. ബൈബിൾ പറയുന്നത് യേശു തൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്ത് ചെയ്ത ഏറ്റവും ആദ്യത്തെ അത്ഭുതം എന്ന് പറയുന്നത് വെള്ളത്തെ വീഞ്ഞാക്കിയതാണ്. അതുകൊണ്ട് നമുക്ക് വേറെ മുമ്പ് യേശു ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്ക് ഗോഡ്. പക്ഷെ നമ്മൾ വായിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് ശേഷമാണ് യേശു സൂപ്പർ നാച്ചുറലുകൾ ചെയ്യാനായി തുടങ്ങിയത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്യുവാൻ കൂടെ നിന്നയാൾ ഇപ്പോൾ എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഒന്നും കൂടെ ഞാൻ പറയാം, യേശുവിൻ്റെ മിഷൻ ജനനം മുതൽ അല്ല, അഭിഷേകം മുതൽ, കാൽവറിയിലെ മരണം മുതൽ മരണം വരെ അതിനെ കംപ്ലീറ്റ് ചെയ്തവൻ ഇന്ന് എൻ്റെ കൂടെ വസിക്കുകയാണ്.
ഹല്ലേലൂയ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ പദ്ധതിയെ ഈ ഭൂമിയിൽ നിവർത്തീകരിക്കേണ്ടതിനെ ഒരുവൻ കൂട്ടുനിൽക്കുകയാണ്. നിങ്ങളുടെ കൂടെ അവൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി പരാജയപ്പെടുകയില്ല. നിങ്ങളുടെ മിഷൻ കംപ്ലീറ്റ് ആകുവാനിടയാകും. നിന്റെ മിഷൻ ഫുൾഫിൽ ആകുവാനിടയാകും. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി. ഞാൻ ഒരു കാര്യം കൂടെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഇങ്ങനെയാണ്: യേശു പരിശുദ്ധാത്മാവിന്റെ നിറവ് അനുഭവിച്ച ഉടനെ പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് അയച്ചു. എന്തിനു വേണ്ടിയാ? പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിനെ. ഞാൻ ഇങ്ങനെയാ പറഞ്ഞത്, പിശാചിനെ പരീക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് മാനവരാശിയുടെ തോൽവിയുടെ കാരണമായവന്റെ അടുക്കലേക്ക് അയച്ചു. ഹല്ലേലൂയ. ദൈവം യേശുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. എന്തിനു വേണ്ടിയാ? പരിശുദ്ധാത്മാവിന്റെ നിറവ് യേശു അനുഭവിക്കുന്നത് വരെ ദൈവം വെയിറ്റ് ചെയ്യുകയായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാ? പിശാചിന്റെ കോട്ടയിലേക്ക് അയക്കാൻ. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറയാവോ? മനുഷ്യരാശിയുടെ തോൽവിയുടെ കാരണമാകുന്നവനെ തോൽപ്പിക്കുവാൻ. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറയാവോ? ഞാൻ അതിന്റെ കൂട്ടത്തിൽ ഒരു ദൂത് പറഞ്ഞു. അവിടുന്ന് ഞാൻ തുടങ്ങാം. എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? ഞാൻ ഇങ്ങനെയാ പറഞ്ഞത്, പരിശുദ്ധാത്മാഭിഷേകം നിങ്ങളുടെ മേൽ വരുമ്പോ ദൈവം ഉദ്ദേശിക്കുന്നത് എവിടാണോ നിങ്ങൾ പരാജയപ്പെട്ടത് അവിടെ നിങ്ങളെ ജയാളിയാക്കാനാണ്. അടുത്തിരിക്കുന്നവരോട് പറ, പരാജയം മറക്ക, അഭിഷേകം ഓർമ്മിക്ക്. പരാജയത്തെ മറക്ക, നിന്നിലുള്ള അഭിഷേകത്തെ ഓർമ്മിക്ക്. അഭിഷേകം നിന്റെ മേൽ വ്യാപരിച്ചതിനൊരു ഉദ്ദേശമുണ്ട്. നിന്റെ പരാജയം ജയമാക്കുവാനാണ്. മനുഷ്യരാശി തോറ്റുപോയിടത്തേക്ക് മനുഷ്യപുത്രനായവൻ കടന്നു ചെല്ലുകയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, മനുഷ്യരാശി ആദാം മുതൽ യേശു വരെ മനുഷ്യരാശി തോറ്റെടുത്തേക്ക് യേശു കടന്നു ചെല്ലുകയാണ്. യേശു തുടങ്ങിയത് മനുഷ്യൻ തോറ്റെടുത്തു നിന്ന് ജയിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. ഞാനൊന്നും കൂടെ പറയാം, മനുഷ്യൻ തോറ്റെടുത്തു നിന്ന് യേശു ജയിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം എങ്ങനെയാകണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ പറയട്ടെ. നിങ്ങൾ തോറ്റെടുത്തു നിന്ന് ജയിച്ചാരംഭിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ എവിടെയാണോ തോറ്റത് അവിടെ ജയിച്ചാരംഭിക്കണം. എവിടെയാണോ പരാജയപ്പെട്ടത് അവിടെ ജയിച്ചാരംഭിക്കണം. ഓ, കൈകളടിച്ചൊരു ഹല്ലേലൂയ പറയാം. എവിടെയാണോ പരാജയപ്പെട്ടത് അവിടെ ജയിച്ചാരംഭിക്കണം. നിങ്ങൾ വികാരങ്ങളിൽ പാപത്തിൽ പരാജയപ്പെട്ടോ അവിടെ ജയാളിയാകണം. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്നുവെങ്കിൽ, ആത്മാവിനാൽ ജഡത്തെ ജയിക്കുന്നുവെങ്കിൽ, ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മറികടക്കുന്നുവെങ്കിൽ ആത്മാവിനാൽ സകലത്തെയും മറികടക്കാം. കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിന്റെ വികാരങ്ങളുടെ പ്രതിസന്ധികളെ നിനക്ക് മറികടക്കാം. നിന്റെ കടഭാരത്തെ മറികടക്കാം. ഓ ഹല്ലേലൂയ. സാമ്പത്തികമായി തകർന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്ക് നിന്നോടൊരു ദൂത് പറയാനുണ്ട്. ഈ അഭിഷേകം വന്നത് നെഞ്ചെടുത്തടിച്ച് കരയാനല്ല, അതിന്റെ നടുവിൽ ജയിച്ചു കയറുവാനാണ്. ബിസിനസ് പരാജയപ്പെട്ടവരുണ്ടോ? ആ പരാജയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, അതിന്റെ നടുവിൽ ജയിച്ചു കയറുവാനാണ് അഭിഷേകം വന്നത്. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, നിങ്ങളുടെ പരാജയങ്ങളെ ജയമാക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന ദൈവിക പദ്ധതിയാണ് പരിശുദ്ധാത്മാഭിഷേകം. ഒന്ന് പറഞ്ഞേ, നിങ്ങളുടെ പരാജയങ്ങളെ ദൈവിക ജയമാക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന ദൈവിക പദ്ധതിയാണ് പരിശുദ്ധാത്മാഭിഷേകം. അഭിഷേകം പ്രാപിക്കുമ്പോൾ സ്വർഗം പറയുന്നത്, ഇനി ഇവൻ തോൽക്കുകയില്ല, ഇവൻ ഇനി പരാജയപ്പെടുകയില്ല, ഇനി ഇവന് തോൽക്കാൻ കഴിയത്തില്ല, ഇനി ഇവൻ ഒരിക്കലും കൂടെ ഉണ്ടെങ്കിൽ. ഗിദെയോനെ, എന്താ ദൈവത്തിന് പറയാനുള്ളത്? ദൈവം പറയുന്നു, ശ്രദ്ധിക്കേ, നീ ഒരൊറ്റയാളിനെ പോലെ അമാലിക്കരെ ജയിച്ചു മടങ്ങി വരും.
ഏലിയാവേ, എനിക്ക് നിനക്കെന്താ പറയാനുള്ളത്? ഞാൻ ഒറ്റയ്ക്ക് സൈന്യങ്ങളെ വിറപ്പിക്കുന്ന, അല്ല, ആഹാബിന്റെയും ഇസബേലിന്റെയും സൈന്യത്തെ വെല്ലുവിളിക്കാൻ റെഡിയാണ്. നിന്നെ അഭിഷേകം ചെയ്തത് രാജ്യങ്ങളെ ചലഞ്ച് ചെയ്യാനാണ്. പരാജയങ്ങളെ ജയമാക്കേണ്ടതിന് നിലവിളിക്കുകയല്ല വേണ്ടത്. പരാജയങ്ങളെ കണ്ടിട്ട് എന്താ ദൈവമേ ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എന്ന് ഞാൻ ജയിക്കുമെന്ന് ചോദിക്കുകയല്ല വേണ്ടത്. അഭിഷേകം നിനക്ക് തന്നത്. അതുകൊണ്ട് യേശു കർത്താവ് അഭിഷേകം പ്രാപിക്കുന്നത് വരെ പിശാചുമായി ഫൈറ്റ് ചെയ്യാൻ പോയില്ല. ഹല്ലേലൂയ. എന്നാൽ അഭിഷേകം പ്രാപിച്ചപ്പോ സ്വർഗത്തിനൊരു കാര്യം അറിയാം, ഇവൻ ഇനി എവിടെ പോയാലും പരാജയപ്പെടത്തില്ല. ഏത് മരുഭൂമി കയറിയാലും പരാജയമില്ല, ഏത് അവസ്ഥയിൽ കയറിയാലും പരാജയമില്ല, ഏത് വ്യഭിചാരി കാൽക്കലിരുന്നാലും പരാജയമില്ല, ഏത് 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 സാഹചര്യം തൊട്ടാലും തനിക്ക് പരാജയമില്ല. ഒന്ന് കൈയൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് പറ, എന്റെ മേലുള്ള അഭിഷേകം പരാജയത്തെ ജയത്തെ ആക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഓടിപ്പോകുന്ന ഏതെങ്കിലും പരാജയ അനുഭവങ്ങളുണ്ടോ? അവിടേക്കൊന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റിട്ട് പറ, ഇനി അവിടെയൊന്നും ഞാൻ പരാജയപ്പെടുകയില്ല. അതുകൊണ്ട് ആ സങ്കീർത്തനം പറഞ്ഞത്, ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. എന്താ ദാവീദേ നീ പറയുന്നതിന്റെ കാര്യം? അടുത്ത വാക്ക്, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം എന്താണ്? സൈന്യത്തിന്റെ നടുവിലേക്ക് ഓടിച്ചെല്ലാൻ കഴിയുന്ന ഒരു അഭിഷേകം എന്റെ മേൽ വ്യാപരിക്കുകയാണ്. ദാവീദേ, ഗോലിയാത്ത് വെല്ലുവിളിക്കുമ്പോൾ നിനക്കെന്താ പേടിയില്ലാത്തത്? അതാണ് അവന്റെ മറുപടി. ഇതായിരിക്കും, അഭിഷേകമുള്ളവനും അഭിഷേകമില്ലാത്തവന്റെയും വ്യത്യാസമാണ്. 2 നില പൊക്കമുള്ള ഗോലിയാത്തിനെ കണ്ടിട്ട് നിനക്ക് പേടിയില്ലേ? അവൻ പറയും, 2 നില പൊക്കത്തെയല്ല ഞാൻ കാണുന്നത്, എന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തെയാണ്. ബാലൻ എന്ന് വിളിക്കുന്നവൻ സിംഹത്തിന്റെ താടിക്ക് പിടിച്ച് അടിച്ചു കൊല്ലുന്നു. ബാലൻ എന്ന് വിളിക്കുന്നവൻ കരടിയെ കൈപിടിച്ച് കീറിക്കളയുന്നു. ഇതാണ് അഭിഷേകം. ഓ രഖസകരബ. സിംഹം വരുമ്പോ ഓടുന്നതല്ല, അതിനെ 2ആയി കീറുന്നതാണ് അഭിഷേകം. നിന്നെ അഭിഷേകം ചെയ്യുമ്പോ ദൈവം ഉദ്ദേശിച്ചത്, ദൈവം കണ്ടത് അലറുന്ന സിംഹത്തെ കീറിക്കളയാനാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അവനെ എതിർത്ത് നിൽക്ക, അവൻ നിന്നെ ഓടിപ്പോകും. നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരാളും നിവർന്നു നിൽക്കത്തില്ല. അല്ല, നിന്റെ വാക്കിനോടും ജ്ഞാനത്തോടും ഒരാൾക്കും എതിർത്ത് സംസാരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. മരുഭൂമി നിനക്ക് പരാജയമല്ല, മരുഭൂമി നിനക്ക് ജയമാണ്. ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, അഭിഷേകം തീരുമാനിക്കും കാര്യങ്ങൾ. നിന്റെ മേലുള്ള ആത്മാവിന്റെ നിറവ് തീരുമാനിക്കും കാര്യങ്ങൾ. ലോകമല്ല തീരുമാനിക്കുന്ന കാര്യങ്ങൾ, സാഹചര്യമല്ല തീരുമാനിക്കുന്ന കാര്യങ്ങൾ, പ്രതിസന്ധികളല്ല തീരുമാനിക്കുന്ന കാര്യങ്ങൾ. നിന്റെ മേലുള്ള അഭിഷേകം തീരുമാനിക്കും കാര്യങ്ങൾ. ആത്മനിറവിൽ തുള്ളിച്ചാടിക്കേ, അഭിഷേകത്തിൽ നിന്ന് പ്രാപിച്ചേ, തീയും അനുഭവിച്ചേ. Fire of God. Thank you, Jesus. Fire. Rasinina soloko. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോൾ ഒരു വാചകം പറഞ്ഞു തൊട്ടിട്ട് പോവാം. നോക്ക്, യേശു അഭിഷേകം പ്രാപിച്ചവൾ മരുഭൂമിയിലേക്കാ പോയത് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളെ നേരിടാനുള്ള നിറവാണ് അഭിഷേകത്തിന്റെ നിറവെന്ന് പറയുന്നത്. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ല. അടുത്തിരിക്കുന്നവരോട് പറ, പ്രശ്നങ്ങളെ നേരിടാനുള്ള നിറവാണ് അഭിഷേകത്തിന്റെ നിറവ്. നിങ്ങൾ അതിന് മറുപടി പറഞ്ഞില്ല. ജോൺ ദാരു ബ്രദറെ വീട്ടിൽ വരണം എന്ന് പറയുന്ന നിൽക്കുന്ന ദിവസമാണ് അഭിഷേകം പ്രാപിക്കുന്ന ദിവസം. പ്രശ്നങ്ങളെ നേരിടാനുള്ള
കഴിവിനെയാണ്, നിറവിനെയാണ് ആത്മാഭിഷേകം എന്ന് പറയുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു കർത്താവിനെ കുറിച്ച് യോഹന്നാൻ പറഞ്ഞു കണ്ടോ, ആരുടെ മേലാണോ പരിശുദ്ധാത്മാവ് പ്രാവെന്ന് രൂപേണ വരുന്നത്, അവനാണ് വരാൻ പോകുന്ന രക്ഷകൻ. രക്ഷിക്കേണ്ടതിനെ ആത്മാവ് വേണമായിരുന്നു. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, രക്ഷിക്കേണ്ടതിനെ ആര് വേണമായിരുന്നു? Wonderful Jesus. Wonderful Jesus. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, നിന്റെ മേൽ വ്യാപരിച്ച അഭിഷേകം എന്താണെന്നറിയാവോ? പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്താണെന്നറിയാവോ? പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനുള്ള ബലമാണ്, സൈന്യത്തെ ഫേസ് ചെയ്യാനുള്ള ധൈര്യമാണ്, അവനാൽ പടക്കൂട്ടത്തിന്റെ നേരെ ചെല്ലാനുള്ള ധൈര്യമാണ്. Come on. Hallelujah. ദാവീദേ, നിന്റെ മേൽ എന്താ ഉള്ളത്? അവൻ പറയും, നിയോഗമാണുള്ളത്, നിയോഗമാണുള്ളത്. പരിശുദ്ധാത്മാവ് എപ്പോഴും നിന്റെ കൂടെ ഉണ്ടോ? അവൻ പറയും, എൻ്റെ മേൽ വരാറുണ്ട്, എൻ്റെ ഉള്ളിലില്ല. എന്നാൽ നിങ്ങളുടെയും എൻ്റെ മേൽ, അവൻ എൻ്റെ മുകളിൽ മാത്രമല്ല എന്നിൽ നിറഞ്ഞിരിക്കുകയാണ്. അടുത്തിരിക്കുന്നവരോട് പറ, ദാവീദ് ചെയ്തതിലധികം നിനക്ക് ചെയ്യാം. ദാവീദ് ചെയ്തതിന് മുകളിൽ നിനക്ക് ചെയ്യാം. കൈ അടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞിട്ട് പറ, ദാവീദിന് മുകളിൽ ചെയ്യാം. അടുത്തിരിക്കുന്നവരോട് പറ, യേശു കർത്താവ് ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്നു. എല്ലാവരും പറ, ആത്മാവിന്റെ ശക്തിയോടെ. ഈ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ശക്തി എന്ന പദത്തിന് ഗ്രീക്ക് വേർഡ് ഡിനാമിസ് എന്നാണ്. എന്താണ് ആ പേരിന്റെ അർത്ഥം? എന്തുവാ? ഡിനാമിസ്. എല്ലാവരും പറഞ്ഞേ, ഡിനാമിസ്. ആ ഡിനാമിസ് എന്ന വേർഡിനെ നമുക്ക് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം? ഒത്തിരി വാചകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതിലൊരു ആശയമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഡൈനാമിക് എബിലിറ്റി ടു കോസ് ചേഞ്ചസ്. നമ്മുടെ മേൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുമ്പോൾ, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനുഭവിച്ചപ്പോൾ നമ്മുടെ ഉള്ളിൽ വന്നതും ബോധ്യം ഉണ്ടായതും എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയും, പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എനിക്ക് അന്യഭാഷ കിട്ടി, എൻ്റെ സ്വഭാവം മാറി, ആള് മാറിയവനെ പോലെയായി. നല്ല ബിബിളിക്കലിയാണ്. എനിക്ക് വരങ്ങളുണ്ടായി, എനിക്ക് ദർശനങ്ങളുണ്ടായി, എനിക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപയുണ്ടായി, ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അധികാരം ഉണ്ടായി. ദാറ്റ് ഈസ് ഓൾ ട്രൂ. പക്ഷെ ഇതെല്ലാം യാഥാർത്ഥ്യമായത് നിങ്ങളുടെ മേൽ വന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. എല്ലാവരും പറഞ്ഞേ, ശക്തിയാണ്. അതുകൊണ്ടാണ് യേശു കർത്താവിനെ കുറിച്ച് പറയുന്നത്, അവൻ ഗലീലയിൽ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്നു. ആ വാചകം നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം, ശക്തിയോടെ. എല്ലാവരും പറ, ശക്തി. കുറച്ചും കൂടെ ശബ്ദം ഉയർത്തി പറ, ശക്തിയോടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ഈ വാചകം എത്ര നേരം പറയുമെന്ന് എനിക്ക് അറിയത്തില്ല, എന്തൊക്കെ പറഞ്ഞു തീർക്കുമെന്നും അറിയത്തില്ല. തുടങ്ങാനേ കഴിയത്തുള്ളൂ എന്നറിയാം, അത്രേ അറിയാവും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന പരിശുദ്ധാത്മാഭിഷേകത്തെ നമ്മൾ ഗ്രഹിച്ചിരിക്കുന്നത് അന്യഭാഷ, അല്ലെങ്കിൽ ഒരു ദൂത് പറയുന്നു, രോഗസൗഖ്യം, അത്ഭുതങ്ങൾ, ഇതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കാറില്ല. എന്നാൽ തൃത്വത്തിൽ ഒരുവനാണ് നിന്റെ കൂടെ ഉള്ളത്, അവനാണ് എൻ്റെ ഉള്ളിൽ വന്ന് നിറഞ്ഞത്. സ്വർഗത്തെ യാഥാർത്ഥ്യമാക്കിയവനാണ് ഇപ്പൊ കൂടെയുള്ളത്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ആമീൻ പറ. എന്ന് പറഞ്ഞാൽ നിന്റെ മേൽ അഭിഷേകം വെക്കുമ്പോ ദൈവം സ്വപ്നം കണ്ടത് ഇവനിലൂടെ ചിലത് വ്യത്യാസപ്പെടുത്താം. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞ ഒരു ഡൈനാമിക് എബിലിറ്റി എൻ്റെ അകത്തേക്ക് വരികയാണ്. മാറ്റങ്ങൾ വരുത്തുവാനുള്ള
അസാധാരണമായ കഴിവ്. മാറ്റങ്ങൾ എനിക്ക് വരുമെന്നതല്ല ഞാൻ ഈ പറഞ്ഞേ, മാറ്റങ്ങൾ വരുത്തുവാൻ. എവിടെല്ലാം വരുത്താമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. നിന്റെ സമൂഹത്തിൽ വരുത്താം, നിന്റെ സിറ്റിയിൽ വരുത്താം, നിന്റെ ജീവിതത്തിൽ വരുത്താം, നിന്റെ വീട്ടിൽ വരുത്താം, നിന്റെ ഹസ്ബൻഡിൽ വരുത്താം, നിന്റെ കുടുംബാംഗങ്ങളിൽ വരുത്താം. മറ്റൊരാൾക്ക്, മറ്റു സാഹചര്യത്തിന് മാറ്റം വരുത്തുവാനുള്ള അസാധാരണമായ എബിലിറ്റി. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞ മറ്റൊരു സാഹചര്യങ്ങൾക്ക്, വ്യക്തികൾക്ക്, രാജ്യങ്ങൾക്ക് വ്യത്യാസം വരുത്തുവാനുള്ള ഡൈനാമിക് എബിലിറ്റി. What you received? So big. Hallelujah. എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ വ്യത്യാസം വരുത്തുവാനുള്ള കഴിവ് നിന്റെ അകത്തേക്ക് വന്നിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ അകത്ത് കയറണം. കാര്യങ്ങൾ വ്യത്യാസം വരുത്തുവാനുള്ള കഴിവ് നിന്റെ അകത്തേക്ക് വന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരാളുടെ തലയിൽ കൈവച്ചാൽ അയാളുടെ രോഗം മാറുന്നത് അറിയാം, അയാളോട് ദൂത് പറയാൻ കഴിയും. പക്ഷേ ഈ ആളെ മാറ്റാനുള്ള കഴിവ് നിന്റെ അകത്തേക്ക് വന്നിരിക്കുകയാണ്. അടുത്ത വാചകം ശ്രദ്ധിച്ചോണം. ഇയാളുടെ ഫ്യൂച്ചറിനെ പൂർണ്ണമായും തലതിരിക്കുവാനുള്ള ഈ എബിലിറ്റി നിന്റെ അകത്തേക്ക് വന്നിരിക്കുകയാണ്. You decide. നീ തീരുമാനിക്കും ചിലത്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കാരണം സ്വർഗത്തിൽ മൂന്നാമൻ നിന്റെ കൂടെ നിൽക്കുന്നത് ഈ ലോകത്തിന്റെ ഗതിയെ മാറ്റിവിടാനാണ്. Come on, come on, come on, come on, come on. തുള്ളിച്ചാടി ഹല്ലേലൂയ പറ. നിനക്ക് ചിലത് മാറ്റാം. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, നിനക്ക് ചിലത് മാറ്റാം. എത്ര പേർക്ക് ഇതേ അർത്ഥത്തിൽ മനസ്സിലാകുന്നു എന്ന് എനിക്കറിയത്തില്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നത് വരെ ഈ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ഇത് നമ്മുടെ തലയ്ക്ക് മനസ്സിലാകാൻ കുറച്ച് പ്രയാസമാണ്. കാരണം ഈ റെസ്പോൺസിബിലിറ്റിയിലാണ് ക്രിസ്ത്യാനികൾ ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, പാസ്റ്ററെ എൻ്റെ തലയിലേക്ക് ഒന്ന് കൈവയ്ക്കണേ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ, എന്നെ സഹായിക്കണേ, എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണേ, അതിനെ ഇങ്ങനെ പ്രാർത്ഥിക്കണം. അതെങ്ങനെയാ? ഞാൻ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ലൈഫിലെ ചില കാര്യങ്ങൾ മാറുമെന്ന്, അത് മാറ്റുവാനുള്ള ഒരു കൃപ എൻ്റെ ഉള്ളിലുണ്ടെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങൾക്കങ്ങനെ ഒന്നുണ്ടെന്ന് നിങ്ങൾക്കറിയില്ല. ഹല്ലേലൂയ. എന്നിൽ വ്യാപരിച്ച അതേ ആത്മാവ് ഒട്ടും ശോഷിക്കാതെ നിന്റെ ഉള്ളിൽ വ്യാപരിക്കുകയാണ്. എങ്കിൽ എൻ്റെ കൂടെ വ്യാപരിച്ചവൻ നിങ്ങളുടെ കൂടെ വ്യാപരിക്കുകയാണ്. എനിക്ക് മാറ്റം വരുത്താൻ പറ്റുമെങ്കിൽ നിനക്ക് മാറ്റം വരുത്തുവാനായി കഴിയും. Come on, receive it now. നിങ്ങൾ വിശ്വസിക്കുകയില്ലയോ എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് ഈ മെസ്സേജ് ശരിയായ അകത്തൊരാൾ കയറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങളുടെ വീട്ടിലെ കാര്യം നിങ്ങൾ തീരുമാനിക്കുക. അവൻ കയറി നിരങ്ങാനുള്ളതല്ല എന്റെ വീട്, അവൻ കയറി നിരങ്ങാനുള്ളതല്ല എന്റെ ഭവനം. നീയാണ് തീരുമാനിക്കേണ്ടത് എന്ത് നടക്കണമെന്ന്. Fire of the Lord. Come on, receive, receive, receive. Rantanani andalako. Jesus, thank you, Jesus. Dynamic ability to cause changes. Yes. Hallelujah. മാറ്റം വരുത്തുവാനുള്ള എന്ന് പറഞ്ഞ നിങ്ങളിലൂടെ ഈ ലോകത്തിന് മാറ്റം വരുത്തണമെന്ന് സ്വർഗം ചിന്തിച്ചപ്പോഴാണ് നിന്റെ മേൽ അഭിഷേകത്തെ പകർന്നത്. ഒന്നും കൂടെ പറയാം, ഏതോ മതപരമായ കാര്യമല്ല നിങ്ങൾ അനുഭവിച്ചത്. നിങ്ങളിലൂടെ നിന്റെ സൊസൈറ്റിയെ, നിന്റെ സാഹചര്യത്തെ, നിന്റെ വീട്ടിന്റെ അടുക്കലുള്ള മലയെ, നിന്റെ അടുക്കലുള്ള അത്തിയെ മാറ്റം വരുത്തണമെന്ന് സ്വർഗം ചിന്തിച്ചപ്പോ സ്വർഗം പറഞ്ഞു, I am going to anoint him. ഞാൻ അവനെ അഭിഷേകം ചെയ്യാൻ പോവാ. നിന്റെ മേലുള്ള അഭിഷേകം കൈകൊട്ടാനുള്ളതല്ല, സാഹചര്യങ്ങളെ മാറ്റം വരുത്തുവാനുള്ളതാ. You can turn the things. Hallelujah. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? യേശു കർത്താവ് അഭിഷേകം പ്രാപിക്കുന്നത് വരെ ഈ ഭൂമിയിൽ ഒന്നും ചെയ്തില്ല. അടുത്തിരിക്കുന്ന ആളുടെ കൈ പറ,
ഹല്ലേലൂയ. യേശു അഭിഷേകം പ്രാപിക്കുന്നവരെ ഈ ഭൂമിയിലൊന്നും ചെയ്തില്ല. പക്ഷേ അടുത്തിരിക്കുന്നവരെന്ന് പറയാ, കവിളിലും തട്ടിയിട്ട് പറ, അഭിഷേകം പ്രാപിച്ചപ്പോ വെള്ളത്തെ പുള്ളി അങ്ങ് വീഞ്ഞാക്കി. ഡൈനാമിക് എബിലിറ്റി ടു കോസ് ചേഞ്ചസ്. വെള്ളത്തെ മാറ്റാനുള്ള വഴി തുറന്ന എങ്ങനെയാണോ തലേ കയറുന്നത് എനിക്ക് അറിയത്തില്ലല്ലോ. യേശുവേ ഒന്ന് കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞേ. അതുവരെ വെള്ളമാണെങ്കിൽ വെള്ളമായിട്ട് കുടിക്കാൻ യേശുവിന് കഴിയത്തുള്ളായിരുന്നു. പക്ഷേ അഭിഷേകം പ്രാപിച്ച് പറഞ്ഞു, ഓ ഇനി വെള്ളമാണോ വീഞ്ഞാക്കണ്ടേ? യെസ്, എനിക്ക് അതിനെ വ്യത്യാസപ്പെടുത്താൻ കഴിയും. ഡൈനാമിക് എബിലിറ്റി. 5 അപ്പമുള്ളോ കൊണ്ടുവാ, അതിനെ ഞാൻ 5000 ആക്കിയേക്കാം. വലയിടാൻ പോണ്ടേ? വേണ്ട. സ്തോത്രം ചെയ്ത നന്ദി പറഞ്ഞ് വിളമ്പം കൊടുത്താൽ മതി. ഡൈനാമിക് ചേഞ്ച് ഉണ്ടാകും. അഭിഷേകം കാര്യങ്ങൾ തീരുമാനിക്കും. Are you following me or not? So big. എത്ര നാൾ വായിച്ചുള്ള വാക്യാന്നറിയോ? പക്ഷെ ഇന്ന് മനസ്സിലായി. ഈ മനസ്സിലായപ്പോൾ പിടികിട്ടി. അഭിഷേകം വന്നത് എന്തൊക്കെയോ കാര്യങ്ങൾ ഞാൻ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാ. നിന്റെ വീട്ടിലെ കാര്യം ഞാൻ വന്ന് നടത്തി തരാൻ നിനക്ക് എന്ത് ആഗ്രഹമെന്നറിയോ? ആളുകൾ പറയുന്നു, ജോൺ ദാരു ബ്രദർ വീട്ടിൽ വരുവോ? ജോൺ ദാരു ബ്രദർ നിങ്ങളുടെ തലയെ പിടിക്കുവോ? ഇന്ന് ഒരാളെയും പിടിക്കാൻ വിടുവോ? പരാതിക്കാരെല്ലാം വീട്ടിൽ പോയിരുന്ന് പരാതി പറയട്ടെ. ഒരു നല്ല ഹല്ലേലൂയ പറ. ആ പരാതി പറയുന്ന ഒരാളും ഒന്നും ജീവിതത്തിൽ സംഭവിക്കാൻ അവരനുഭവിക്കാൻ പോകുന്നില്ല. കാരണം അവരുടെ മേൽ വന്ന അഭിഷേകം കാര്യങ്ങളെ മാറ്റാനുള്ളതാണെന്ന് തിരിച്ചറിയുന്നതാണ് ഒരു ജയത്തിന്റെ ആരംഭം. എന്റെ മേലുള്ള അഭിഷേകം പറ, ഹല്ലേലൂയ, സാഹചര്യങ്ങളെ മാറ്റാനുള്ളതാണ്. സാഹചര്യങ്ങളെ മാറ്റുവാനുള്ള. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യം ഒന്നും കൂടെ ഞാൻ പറയട്ടെ. യേശു കർത്താവ് വള്ളത്തിൽ യാത്ര ചെയ്യുമ്പോൾ കൊടുങ്കാറ്റടിക്കുകയാ. ശിഷ്യന്മാര് നിലവിളിച്ച് കരഞ്ഞിട്ട് കർത്താവെ രക്ഷിക്കണേ എന്ന് പറയൂ. അതുപോലെ ഇപ്പോഴും നിങ്ങൾ ഇരിക്കുന്നേ. യേശു ആ കടലിന്റെ പടകിൽ എഴുന്നേറ്റ് നിന്നു. ആ കാറ്റിനോടും കടലിനോടും നോക്കിയിട്ട് പറഞ്ഞു, അടങ്ങ്, ശാന്തമാകുക. എന്നിട്ട് കർത്താവ് അവരുടെ അടുക്കിലേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളെന്താ പറയാത്തെ? നിങ്ങളെന്താ അതൊന്നും ചെയ്യാത്തെ? അത് തന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കാം. നിങ്ങളെന്താ പറയാത്തെ? നിങ്ങളെന്താ ചെയ്യാത്തത്? അതിന്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞാലും ഞാൻ പറഞ്ഞതുപോലെ ഈ കാറ്റവിടെ നിന്നേനെ, കടലവിടെ നിന്നേനെ. കാരണം നിന്റെ മേൽ വ്യാപരിക്കുന്നത് ഡൈനാമിക് എബിലിറ്റി ടു കോസ് ചേഞ്ചസ്, മാറ്റങ്ങളെ വരുത്താനുള്ള ഡുനാമിസ് ആണ് നിന്റെ അകത്ത് വ്യാപരിക്കുന്നത്. യേശു പറഞ്ഞൊരു വാചകം കേട്ടോ, അപ്പോസ്തലപ്രവൃത്തി 1:8 എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. എല്ലാവരും പറ, പരിശുദ്ധാത്മാവ് വരുമ്പോ എന്നെ ഉണ്ടാകും. ഉറക്കെ പറഞ്ഞാട്ടെ, ശക്തി ലഭിച്ചു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്നെ ഉണ്ടാകും, ശക്തി ഉണ്ടാകും. പ്ലീസ് ബി സീറ്റ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്തോ ഉണ്ടാകും? അഭിഷേകം പ്രാപിച്ച ആളുകൾ എന്ന് കരങ്ങൾ ഉയർത്തിക്ക്. ആത്മാഭിഷേകം പ്രാപിച്ച ആളുകൾ. ഓക്കെ, നിങ്ങൾ പറഞ്ഞേ, ഞാൻ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട്. ഓർക്കെ പറഞ്ഞേ, ഞാൻ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട്. ആത്മാഭിഷേകം പ്രാപിച്ച ആളുകൾ. അപ്പൊ നിങ്ങൾ എന്താണ് പ്രാപിച്ചതെന്ന്? നിങ്ങൾ എന്താണ് അന്ന് പ്രാപിച്ചത്? ശക്തി. മിണ്ടണം, ചോദിച്ചിന് മറുപടി പറയണം. നിങ്ങൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ചൊരു ദിവസം എന്താണ് നിങ്ങൾ പ്രാപിച്ചത്? പറയണം. ശക്തി പ്രാപിച്ചു. എങ്കിൽ നിങ്ങൾ ശക്തരാണോ? ശക്തരാണ്. പരിശുദ്ധാത്മാവ് വന്നത് എന്തിനാ? ശക്തി പ്രാപിക്കാനാ. പക്ഷെ നമ്മൾ ആരല്ല? ശക്തരല്ല. അപ്പൊ എന്തിനാ പരിശുദ്ധാത്മാവ് വന്നത്?
വരയ്ക്കാനോ? പരിശുദ്ധാത്മാവ് എന്തിനാ വന്നത്? കണ്ടോ, ഒരെണ്ണം മിണ്ടണില്ല കേട്ടോ, ഒറ്റൊരെണ്ണം മിണ്ടല്ലേ. എന്തിനാണ് വന്നത്? ശക്തി പകരാനാ. യേശു പറഞ്ഞു, ഞാൻ ഇത് മതം നമ്മളോട് ഇങ്ങനെ പറയരുത് എന്ന് വിലക്കി. സഭ, മതം നമ്മളോട് എന്ത് പറഞ്ഞു? ഇങ്ങനെ പറയരുത്, ഈ കാര്യം ഈ രീതിയിൽ സംസാരിക്കരുത്. പക്ഷെ യേശു പറഞ്ഞു, നിങ്ങൾ വെയിറ്റ് ചെയ്യണം. എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യണം? പരിശുദ്ധാത്മാവിനെ ഞാൻ അയക്കാൻ പോവുക. എന്തിനാ ഞാൻ അയക്കുന്ന ഉദ്ദേശം എന്താ? നിങ്ങൾക്ക് ശക്തി ഉണ്ടാകും. എന്ത് ശക്തിയാ? ഈ കാണുന്ന ശക്തിയല്ല, എന്നെ പറയാനുള്ള ശക്തി ഉണ്ടാകും. രമേശ് ചെന്നിത്തല കോട്ടയത്ത് നാഗമ്പടം സ്റ്റേഡിയത്തിനകത്ത് പോൾ യോങ്ങിച്ചോ വന്ന സമയം യേശുവിന്റെ ദൈവവചനം പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയ പ്രമുഖരായ ആളുകളെ ബൈബിളിലെ വാക്യങ്ങൾ കോട്ട് ചെയ്ത് സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. യേശു രക്ഷകനാണെന്ന്, യേശു പ്രവാചകനാണെന്ന് പറയുന്ന 100 പേരുണ്ട്. അതും ഇവരുടെ സാക്ഷ്യം തമ്മിൽ എന്താ വ്യത്യാസം? ഇവരുടെ സാക്ഷ്യത്തിന് വ്യത്യാസമുണ്ട്. ഇവർ യേശു ജീവിക്കുന്നു എന്ന് പറയുക മാത്രമല്ല, യേശു ജീവിക്കുന്നു എന്ന് തെളിയിക്കും കൂടെ ചെയ്യുന്നവരാ. അടുത്തിരിക്കുന്നവരോട് പറ, ഇവർ പറയുന്നത് ഇവിടുത്തെ മന്ത്രി പ്രമുഖന്മാരോ ലോകത്തിലെ നേതാക്കന്മാരോ പറയുന്നത് പോലെ അല്ല. അപ്പോസ്തലന്മാരുടെ പ്രത്യേകത, അവർ യേശു ജീവിക്കുന്നു എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ അത് തുറന്നു കാണിക്കൂ, അത് തെളിവായി വെളിപ്പെടുത്തി, അത് കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് യേശു പറഞ്ഞ്, നിങ്ങൾ പോകുന്നതിനേക്കാൾ മുമ്പ് എന്ത് പ്രാപിക്കണം? ശക്തി പ്രാപിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശക്തി പ്രാപിക്കണം. അടുത്തിരിക്കുന്ന ഒരാളുടെ കൈ എടുത്തിട്ട് പറ, എന്ത് പ്രാപിക്കണം? ശക്തി പ്രാപിക്കണം. എന്ന് പറഞ്ഞാൽ ഞാനും നീയും അഭിഷേകം പ്രാപിച്ചപ്പോ പ്രാപിച്ചത് ശക്തിയായിരുന്നു. ഒന്ന് ചാടി എഴുന്നേറ്റിട്ട് പറ, ഞാൻ അഭിഷേകം പ്രാപിച്ചപ്പോ ഞാൻ പ്രാപിച്ചത് ദൈവശക്തിയാണ്. ആ ശക്തിയുടെ പ്രത്യേകത എന്താ? ആ ശക്തി വിഴുങ്ങാനുള്ളതല്ല, ആഹാരം കഴിക്കാനുള്ളതല്ല. ആ ശക്തി മാറ്റങ്ങളെ കൊണ്ടുവരുവാനുള്ള കഴിവിനെയാണ് ആ ശക്തി എന്ന് വിളിച്ചത്. എന്ന് പറഞ്ഞാൽ നീ പ്രാപിച്ച ശക്തി കൊണ്ട് നിനക്ക് ചുറ്റുപാടും മാറ്റങ്ങളെ വരുത്താം. അതുകൊണ്ട് യേശു പറഞ്ഞു, നീ വിശ്വസിച്ചുകൊണ്ട് ഈ അത്തിയോട് കടലിൽ പതിക്ക എന്ന് പറഞ്ഞ അത് നിന്നെ അനുസരിച്ചേ ഒക്കത്തുള്ളൂ. സൂപ്പർ നാച്ചുറൽ. എന്നോട് കൂടെ ഒന്ന് പറഞ്ഞേ, ഞാൻ അഭിഷേകം പ്രാപിച്ച ആളാണ്. ഞാൻ അഭിഷേകം പ്രാപിച്ച ആളാണ്. ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ച ആളാണ്. ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ച ആളാണ്. ഞാൻ നിറവ് പ്രാപിച്ചപ്പോൾ ദൈവത്തിന്റെ ശക്തി എൻ്റെ ഉള്ളിൽ വന്നതാണ്. ഞാൻ നിറവ് പ്രാപിച്ചപ്പോൾ പറയണം, നിറവ് പ്രാപിച്ചപ്പോൾ ദൈവശക്തി എൻ്റെ ഉള്ളിൽ വന്നതാണ്. ഞാനിപ്പോൾ ശക്തനാണ്. കാര്യങ്ങളെ മാറ്റുവാൻ ശക്തനാണ്. കാര്യങ്ങളെ മാറ്റുവാൻ ശക്തനാണ്. I am strong to change the situation. I am strong. I am able to change the situations. I am able. ഞാൻ ശക്തനാണ്. മതം നിങ്ങളോട് പറഞ്ഞു നീ ബലഹീനനാണെന്ന് പറയാൻ. മതം നിന്നോട് പറഞ്ഞു നീ ബലഹീനനാണ്, വീക്കർ വെസലാണെന്ന് പറയാൻ, ബലഹീനനും പാപിയുമാണെന്ന് പറയാൻ. പക്ഷെ ദൈവദിനം പറഞ്ഞു, നിന്റെ മേൽ അഭിഷേകം വന്ന ദിവസം മുതൽ നീ ശക്തനാടാ മോനെ, നീ ശക്തനാടാ മോനെ. നിനക്ക് ചിലവ് ചെയ്യാൻ പറ്റും, നിനക്കേ ചിലവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മതമല്ല നിന്റെ തലയിൽ ഇരിക്കേണ്ടത്, വചനമാ തലയിൽ ഇരിക്കേണ്ടത്. മതം പറഞ്ഞതല്ല നീ വിശ്വസിക്കേണ്ടത്, ദൈവവചനം പറഞ്ഞതാ നീ വിശ്വസിക്കേണ്ടത്. വചനം പറഞ്ഞു നീ ശക്തനാണെന്നാണെങ്കിൽ ഞാൻ ശക്തനാണ്. I am strong. I am able to change the situations. എന്നാൽ എന്താ നമുക്ക് ഇഷ്ടമെന്ന് പറയാൻ? ഇന്ന് ശ്രദ്ധിച്ചേ, ക്രിസ്തീയ വിശ്വാസികളെ ഇറസ്പോൺസിബിലിറ്റിയിൽ വളർത്തുകയാണ് മതം ചെയ്തത്.
അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, നീ ഉത്തരവാദിത്വമില്ലാതെയാണ് വളർന്നത്. സഹിക്കുന്നുണ്ടാകത്തില്ല, പറഞ്ഞോ. ആ വ്യക്തിയോട് പറയേണ്ട ദൂത് തന്നെ ഞാൻ ഈ പറയുന്നത്. നീ ഉത്തരവാദിത്വമില്ലാതെയാണ് വളർന്നത്. എന്ത് ഉത്തരവാദിത്വം? ഏതെങ്കിലും സാഹചര്യം ഉണ്ടായാൽ ആദ്യം വിളിക്കുന്നത് പ്രാർത്ഥനക്കാരെയാണ്. ഏതെങ്കിലും സാഹചര്യം ഉണ്ടായാൽ ഞങ്ങളുടെ നേതാ പാസ്റ്റർ വന്ന് പ്രാർത്ഥിക്കുമെന്നാണ് പറയുന്നത്. ഏതെങ്കിലും സാഹചര്യം ഉണ്ടായാൽ നമ്മുടെ ചിന്ത മുഴുവൻ ഏതെങ്കിലും ശുശ്രൂഷകൻ വന്ന് എന്നെ സഹായിക്കുമെന്നാണ്. ആ ശുശ്രൂഷകനിൽ എന്താ ഉള്ളത്? അത് തന്നെയാ എൻ്റെ ഉള്ളിലുള്ളതെന്ന് ഞാൻ ചിന്തിക്കാൻ പറഞ്ഞില്ല. നമുക്ക് ഏത് പ്രസംഗം ഇഷ്ടമെന്നറിയോ? ഏത് പ്രസംഗം? യേശു നിന്നെ ഇപ്പൊ തൊടും, യേശു ഇപ്പൊ നിന്നെ സൗഖ്യമാക്കും, യേശു നിന്നെ വിടുവിക്കും, അത് പറയാൻ എന്തൊരു ഇഷ്ടമാ. എന്നാൽ നിന്റെ കൈ നിന്റെ വേദനയുള്ള ഭാഗത്തേക്ക് വെച്ചിട്ട് യേശുവിന്റെ നാമം പറ, നീ സൗഖ്യമാകും. അതിനാരും ഇടിക്കാനില്ല, അതിന് കൂട്ടുപിടിക്കാൻ ആരുമില്ല. നിങ്ങൾ ശിശുക്കളെ പോലെ ആകരുത്, ഉത്തരവാദിത്വത്തിൽ വളരണം. അതിനെയാണ് പരിശുദ്ധാത്മാവ് ദൈവം തന്നത്. നിങ്ങൾക്കറിയാവോ, ആ പവർ എന്ന വേർഡിനെ 3 വാക്കുകളാണ് ആംപ്ലിഫൈഡ് വേർഷൻ പറയുന്നത്. എബിലിറ്റി, എഫിഷ്യൻസി ആൻഡ് മൈറ്റ്. നിനക്ക് എബിലിറ്റി ഉണ്ടാകുകയാണ് ചെയ്തത്, നിനക്ക് എഫിഷ്യൻസി ഉണ്ടാകുകയാണ് ചെയ്തത്, സാമർത്ഥ്യം ഉണ്ടാകുകയാണ് ചെയ്തത്, നിനക്ക് ശക്തി ഉണ്ടാകുകയാണ് ചെയ്തത്. യു ഹാവ് സം എബിലിറ്റി. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, നിനക്ക് ചില എബിലിറ്റി ഉണ്ട്, നിനക്ക് ചില എഫിഷ്യൻസി ഉണ്ട്, നിനക്ക് ചില ശക്തിയുണ്ട്. ഐ ആം ഏബിൾ. ഒന്ന് പറ, ഐ ആം ഏബിൾ. I have might. I have might. I have power. I have power. കണ്ടോ, പറയുന്നില്ല? കണ്ടോ, നമുക്കിത് പറയാൻ ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞു, ഇത് ഭയങ്കര ആഴത്തിൽ പഠിപ്പിക്കാനുണ്ട്. പക്ഷെ നിങ്ങളുടെ തലയിൽ കയറ്റുക എന്നത് എൻ്റെ ഉദ്ദേശം, അല്ലാതെ എൻ്റെ അറിവ് നിങ്ങളോട് പറഞ്ഞു തരാല്ല ആവശ്യം. ഇന്ന് ഇറങ്ങി പോകുമ്പോ ആ പവറിനെ എക്സസൈസ് ചെയ്യുന്നവരായി ഇറങ്ങി പോകണം. You have power. You have power. You have power. Rusana rana salaka barako rasalana rakaba. ഒന്ന് ശ്രദ്ധിച്ചേ, ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്തെടുക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. എന്നാൽ ഇപ്പോൾ അവൻ നിന്റെ കൂടെയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആദിയിൽ പാഴും ശൂന്യമായതിൻ്റെ മുകളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. ശൂന്യമായത്, പാഴായത് നല്ലതെന്ന് കാണുന്ന വിധത്തിൽ അതിനെ രൂപാന്തരപ്പെടുത്തി. അതേ ആത്മാവ് ഇപ്പോ നിന്റെ കൂടെ വസിക്കുകയാണ്. പാഴായതിനെ, ശൂന്യമായതിനെ റീക്രിയേറ്റഡ്, അതിനെ ഉളവാക്കാം, മാറ്റിയെടുക്കാം. അതിനെ ഉളവാക്കാം, മാറ്റിയെടുക്കാം. പാഴായി പോയതിനെ. ഞാൻ കണ്ണൂർ പ്രസംഗിച്ചപ്പോഴാണോ കോഴിക്കോടാണോ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യത്തെ മീറ്റിങ്ങിന് ഞാൻ ഒരു സഹോദരൻ്റെ കാലിൻ്റെ കെട്ടടിച്ചു. എൻ്റെ ദൈവമേ, ആ കാലിൽ മാംസമില്ല, അസ്ഥിയാണുള്ളത്. നിങ്ങൾ ആരെങ്കിലും വീഡിയോ കൊണ്ടൊന്നും എനിക്കറിയത്തില്ല ലൈവിലെ. എൻ്റെ ദൈവമേ, ഒരു നോട്ടമേ നോക്കത്തുള്ളൂ. ഞാൻ ആ ബ്രദറിൻ്റെ കാലിലെ കൈവച്ചില്ല, കൈ നീട്ടി കണ്ട പേടിയായി പോവും, ഭയങ്കരമായിട്ട് പേടിയായി പോവും. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകം, ബ്രദറെ, എൻ്റെ കാലിൽ മാംസം വെച്ചു. കഴിഞ്ഞ ആഴ്ച ഇവിടുന്ന് ഇറങ്ങി മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ആ രോഗികൾക്കായി പ്രാർത്ഥിച്ച സമയത്ത് നിങ്ങൾ എത്ര പേരോട് ഉണ്ടായിരുന്നു? ഒരു മോള് പറഞ്ഞു അവളുടെ ശരീരത്തിൽ സ്കിൻ പ്രോബ്ലം ഉണ്ടായിരുന്നു. അവൾ വാഷ്റൂമിൽ പോയി തിരിച്ചു വന്ന് രാവിലെയും കൂടെ കണ്ടതാണ് ആ സ്കിന്ന്. പക്ഷേ രാവിലെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ അവളെ, ജോസഫ് സാർ അദ്ദേഹത്തെ വാഷ്റൂമിൽ വിട്ടു. തിരിച്ചു വന്നിട്ട് പറയുക, ആ സ്കിന്നിൻ്റെ നിറം മാറിപ്പോയി, അങ്ങനെ ഒരു കളറില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ പറയുന്നത് വരെ, ഞാൻ കൽപ്പിക്കുന്നത് വരെ, ഞാൻ കമാൻഡ് ചെയ്യുന്നത് വരെ ചിലത് നടന്നില്ലെന്ന് വരാം. പക്ഷേ പറഞ്ഞാൽ ചിലത് സംഭവിച്ചേ ഒക്കത്തുള്ളൂ. പറഞ്ഞാൽ ചിലത് നടന്നേ ഒക്കത്തുള്ളൂ. ചിലത് നടന്നേ ഒക്കത്തുള്ളൂ. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാനിങ്ങനെ പറയുന്നത് നോക്കിയിട്ട്
ഒരു സമൂഹം ഇരിപ്പുണ്ട്. അതിനെ വേദപുസ്തകം വിളിക്കുന്നത് സൃഷ്ടി ദ്രവത്വത്തിൽ നിന്ന്, ദാസ്യത്തിന്റെ വിടുതൽ നിന്ന് ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി നോക്കിയിരിക്കുക എന്ന് പറഞ്ഞ ഞാനും നിങ്ങളും ദൈവശക്തിയെ എക്സസൈസ് ചെയ്തിട്ട് വേണം ഇവിടുത്തെ ഇലകളും ചെടികളും കൃഷിയും മരങ്ങളും സകലതും ദൈവം ഉണ്ടാക്കിയ ഓർഡറിലേക്ക് തിരിച്ചു വരാനെന്ന്. എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിനെ, ഈ ലോകത്തിനെ മാറ്റം വരുത്തുവാൻ ദൈവം കണ്ടത് ദൈവത്തെ അല്ല, നിങ്ങളെ ആണെന്ന്. കൈകളുടെ ചുരി ഹല്ലേലൂയ പറ, ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച, യേശുവിന്റെ അഭിഷേകം പ്രാപിക്കുന്നതിന് മുമ്പ് യേശു സിനഗോഗുകളിൽ പ്രസംഗിച്ചിട്ടുണ്ട് എന്നാണ് ബൈബിൾ പറയുന്നത്. എന്നാൽ ലൂക്കോസ് 4:18 പറയുകയാണ്, യേശു പതിവ് പോലെ, അല്ല 18 മുമ്പ് യേശു പതിവ് പോലെ സിനഗോഗിൽ പ്രസംഗിക്കാൻ നിന്നു. പക്ഷേ അഭിഷേകം പ്രാപിച്ച ആ പ്രസംഗം മറ്റു പ്രസംഗം പോലെ ആയിരുന്നില്ല. പ്രസംഗം കഴിഞ്ഞേക്കാൾ മുമ്പ് മർക്കോസ് പറയുന്നത്, ഒരു ഭൂതം ഇളകിയിട്ട് പറഞ്ഞു, ഇനിയൊന്നും പറയരുതേ, നിന്നെ ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞാൽ അഭിഷേകം പറയണേക്കാൾ മുമ്പ് ആ ഹോളിൽ ഒരു ചേഞ്ചും ഉണ്ടായില്ല. അവിടെ ഇരുന്ന് ഭൂതം ഇളകിയില്ല, അവിടെയുള്ള ആളുകൾ അവനെ അറിഞ്ഞില്ല. പക്ഷെ അഭിഷേകം പ്രാപിച്ച ഉടനെ ഈ ആളുകൾ പറയാൻ തുടങ്ങി, ഇവന്റെ ഉപദേശം മാറി, ഭൂതങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. നിങ്ങളൊരു ദൂത് കേൾക്കാൻ റെഡിയാണോ? അഭിഷേകമായിട്ട് നീ വീട്ടിലേക്ക് പോയാൽ നിന്റെ വീട്ടിന്റെ ചുറ്റുമുള്ള ചിലത് തനിയെ ഇളകുന്നുണ്ട്. ഒരു ദിവസം ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുക, ഒരു ഭിക്ഷക്കാരൻ, ഒരു പയ്യൻ, ഭ്രാന്തനാ പയ്യൻ, അവനെ കമ്പാർട്ട്മെന്റിൽ വന്ന് എല്ലാം ക്ലീൻ ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പിലാണ് ക്ലീൻ ചെയ്തു. എന്നിട്ട് ആളുകൾക്ക് കൈ നീട്ടി, എല്ലാവരും അവന് പൈസ കൊടുത്തു. എൻ്റെ അടുക്കൽ വന്നു, എൻ്റെ അടുക്കൽ വന്നിട്ട് കാണിക്കുക, അതുവരെ അവൻ കൈ വെച്ചിരുന്ന ചവറെല്ലാം കൂടെ എൻ്റെ കാലിൽ കൊണ്ടിട്ടു. എന്നിട്ട് എൻ്റെ നേരെ നിന്ന് അലയ്ക്കാൻ തുടങ്ങി. കമ്പാർട്ട്മെൻറ്റിലിടുന്ന ആളുകളെല്ലാം കൂടെ ബഹളം വയ്ക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, വെയിറ്റ്, അവൻ്റെ മേലുള്ളൊരു പിശാചാണ്. ഞാൻ അവനെ ഒന്നും കൂടെ സൂക്ഷിച്ചു നോക്കി. അവൻ ബഹളം വയ്ക്കാൻ തുടങ്ങി. ആ ബഹളത്തോടു കൂടി അവൻ ഓടി. ഇത് ട്രെയിനിൽ നടന്ന കാര്യമാണ്. അടുത്തിരിക്കുന്നവരോട് പറ, നിന്നെ ട്രെയിനിലും. എനിക്കൊരു ദൈവവൃത്തിനെ അറിയാം, ബാംഗ്ലൂരിലാണ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഭൂതമുള്ള ആളുകളെ കണ്ടാൽ അറിയാം. അദ്ദേഹം ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഭൂതമുള്ള ആളുകളുടെ സീറ്റിൽ ചെന്നിട്ട് ഒന്നൊന്ന് മൂളും, അതോടെ അത് ഇളകും. എൻ്റെ രസമാ. ഇവിടെ മൂളുമല്ല, തലയിൽ കുടിച്ചിട്ട് ആട്ടിയിട്ട് ഇളകുന്നില്ല. ഏയ് ബ്രദർ, നിങ്ങളെ വിളിച്ചത് മാറ്റങ്ങൾ വരുത്താനാണെന്ന് അറിയേ. ഇപ്പോഴും നീ പ്രാർത്ഥിക്കുന്നത് എന്നെ മാറ്റണേ എന്നാണ്. അതാണ് പ്രശ്നം, എന്നെ മാറ്റണേ എന്നാണ്. നിന്നെ വിളിച്ചത് മാറ്റങ്ങൾ വരുത്താനാണ്. ഹല്ലേലൂയ. ഞാൻ അടുത്ത ദൂത് പറയട്ടെ, നിങ്ങൾ റെഡിയാണോ? ഒന്ന് ചാടി എഴുന്നേറ്റ് ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ ശക്തി പ്രാപിച്ചത് ഹല്ലേലൂയ മാറ്റങ്ങളെ വരുത്തേണ്ടതിനാണ്. എനിക്ക് മാറ്റം വരേണ്ടതിന് മാത്രമല്ല, എന്റെ ചുറ്റുപാടും മാറ്റേണ്ടതിനാണ് അഭിഷേകം. ഓ, കൈ അടിച്ചോണ്ട് പറ, എന്റെ ചുറ്റുപാടിനെ മാറ്റേണ്ടതിന്. യേശു ഗലീലയിലേക്ക് മടങ്ങി വരികയാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ വാചകം ഓർമ്മിക്കുന്നുണ്ടോ? അപ്പോൾ ഇരുട്ടിലുള്ളൊരു ജനം വലിയൊരു വെളിച്ചം കണ്ടു. അടുത്ത വാചക, മരണത്തിന്റെ ദേശത്തിലും. എല്ലാവരും പറഞ്ഞേ, എന്നാ? മരണത്തിന്റെ ദേശത്തിലും നിഴലിലിരുന്നവർക്ക് വലിയൊരു വെളിച്ചം ഉദിച്ചു. അതുവരെ യേശു അവിടെ താമസിച്ചിട്ടുണ്ട്, പക്ഷെ മരണം നീങ്ങിയില്ല. അതുവരെ യേശു അവിടെ താമസിച്ചിട്ടുണ്ട്, ഇരുട്ടിന്റെ നിഴല് മാറിയില്ല. പക്ഷെ അഭിഷേകം പ്രാപിച്ചിട്ട് അവൻ ഇതാ ഗലീലേക്ക് വരുന്നു. ലോകം അറിഞ്ഞില്ല, പക്ഷെ വേറൊരുവൻ അറിഞ്ഞു. ഗലീലേക്ക് ആരാ വരുന്നേ പോകുന്നേന്നും ആളുകൾക്ക് അറിയത്തില്ല. പക്ഷേ യേശു ഗലീലേക്ക് സ്റ്റെപ്പ് വെച്ചപ്പോ ഇരുട് പറഞ്ഞു, സർ, ഐ ആം ലീവിങ്. ദൂത് നിങ്ങളോടാണ്.
പട്ടണങ്ങളെ വ്യത്യാസപ്പെടുത്താനാ ദൈവം നിനക്ക് അഭിഷേകത്തെ പകർന്നത്. Amen. കൂടുണ്ടെങ്കിൽ റിസീവ് ചെയ്യേണ്ടവർക്ക് റിസീവ് ചെയ്യാം. അഭിഷേകം വന്നത് നിന്റെ വീടിനെ വ്യത്യാസപ്പെടുത്താൻ. അഭിഷേകം വന്നത് എൻ്റെ വീടിനെ എന്നാണോ ദൈവമേ മാറ്റണേ എന്ന് പറഞ്ഞ് കരയാനല്ല. നീ അഭിഷേകം പ്രാപിച്ചത് നിന്റെ വീട്ടിലേക്ക് നീ കയറി ചെല്ലുമ്പോ ആ വീട് മാറുമെന്നറിയേണ്ടതിനാ. വീടിനെ മാറ്റേണ്ടതിനുള്ള അഭിഷേകമാ നിന്റെ മേലുള്ളത്. Amen. നീ അഭിഷക്തനാകുമ്പോ നിന്റെ ചുറ്റുപാടും മാറും. നീ അഭിഷക്തനാകുമ്പോ നിന്റെ സറൗണ്ടിങ് മാറും. നീ താമസിക്കുന്ന പട്ടണം മാറും. നീ താമസിക്കുന്ന പട്ടണം മാറും. നീ താമസിക്കുന്ന ഗ്രാമം മാറും. അഭിഷേകം കാര്യങ്ങളെ വ്യത്യാസപ്പെടുത്തും. Yes. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറ. Hallelujah. ചേഞ്ച് ഹല്ലേലൂയ. Hallelujah. യേശു നേരത്തെ അവിടെ താമസിച്ചിട്ടുണ്ട്, ഒരു വ്യത്യാസം വന്നില്ല. പക്ഷെ അഭിഷേകത്തിന് ശേഷം യേശു താമസിച്ച പട്ടണം രൂപപ്പെടുവാനായി തുടങ്ങി. Yes. ഹല്ലേലൂയ. ദൈവം നിന്റെ മേൽ അഭിഷേകം വയ്ക്കുമ്പോൾ സ്വർഗം കണ്ടൊരു കാര്യം പറയട്ടെ, നീ ആ പട്ടണം മാറ്റും. Amen. നീ ആ ദേശം മാറ്റും. Amen. ഹല്ലേലൂയ. കാരണം I am walking with a dynamic ability. Hallelujah. I am walking with dunamis. I am walking with dunamis ability. കൂടണെങ്കിൽ കൈയടിച്ചൊരു ആമീൻ പറ. I can change the things. എനിക്ക് ചില കാര്യങ്ങളെ മാറ്റം വരുത്താൻ പറ്റും. എനിക്ക് ചിലതിനെ രൂപാന്തരപ്പെടുത്താൻ പറ്റും. റുകാസനിയാന്തലോ. come on. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറ. ശബ്ദമുയർത്തി ഹല്ലേലൂയ പറ. Hallelujah. അടുത്തിരിക്കുന്നവരോട് പറ, നീ ചിലതിനെ മാറ്റം വരുത്തേണ്ടതിനെ ദൈവം നിന്നെ കണ്ടപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ പകർന്നത്. Amen. നീ ചിലതിനെ മാറ്റം വരുത്തേണ്ടതിനെ ഹല്ലേലൂയ പറയാവോ. എന്നെ നോക്കിക്കേ, എൻ്റെ കയ്യിലൊരു കത്തി ഉണ്ടെന്ന് വിചാരിക്കേ. മൂർച്ചയുള്ള കത്തിയാണ്. എനിക്ക് എന്ത് ചെയ്യാം? ചിലതിനെ മുറിക്കാം, ചിലതിനെ വെട്ടാം. എൻ്റെ കയ്യിലൊരു കത്തി ഇരുന്നിട്ട്, മുറിക്കാൻ കഴിയുന്നൊരു കത്തി ഇരുന്നിട്ട് നിങ്ങളോട് പറയുമോ വന്നിട്ട് ഇതൊന്ന് മുറിച്ചതാന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ നിങ്ങൾ പറയും ഇവന് കത്തി ഉപയോഗിക്കാൻ അറിയത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയും ഇവൻ എന്തോ പ്രശ്നമുണ്ടെന്ന്. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ വീട്ടിൽ വിറക് കീറാൻ ആൾക്കാർ വരും. വിറക് കീറാൻ ആൾക്കാർ വരുമ്പോൾ ഞാൻ ആ വിറക് കീറി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അവർ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പരിപാടി, നമ്മളൊരു അധ്വാനം നടത്തും. എന്നിട്ട് പോയി അതിനെ വിറക് കീറാൻ നോക്കും. ആദ്യത്തെ വെട്ട് കൊള്ളുന്ന മിക്കവാറും മണ്ണിലായിരിക്കും. രണ്ടാമത്തെ വെട്ട് കൊള്ളുന്ന ഏതെങ്കിലും ഭാഗത്തായിരിക്കും. മൂന്നാമത്തെ വെട്ട് കൊള്ളുന്ന നമ്മൾ 5-6 വർഷം വെട്ടുമ്പോഴും ഒരു സ്ഥലത്തേക്ക് ഇത് ആയം കറക്റ്റ് ആവത്തില്ല. പക്ഷേ 2 പ്രാവശ്യം 3 പ്രാവശ്യം 4 പ്രാവശ്യം 5 പ്രാവശ്യം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു വെട്ട് സെൻറ്ററിൽ കൊള്ളും. അത് കൊത്തുന്ന പിന്നെ നമ്മൾ അവിടെ ഇട്ട് കൊത്താനായി നോക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈ അതിനോട് ജോയിൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വെട്ടാതെ കരക്കിരിക്കുന്നവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എവിടെങ്കിലും ഇട്ട് വെട്ടുന്നവനെ അത് ഉപയോഗിക്കാൻ പഠിക്കത്തുള്ളൂ. അടുത്തിരിക്കുന്നവരോട് പറ, വെട്ടാതെ കരക്കിരിക്കുന്നവനെ എന്തിനാ ഈ അധ്വാനം എന്ന് ചോദിക്കാനേ അറിയാവൂ. പക്ഷെ വെട്ടുന്നവനറിയാം ഇത് ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കൈക്ക് നിൽക്കും. ഓ, എന്താ നിങ്ങൾ തുള്ളി ചാടാത്തതെന്നാണ് ചിന്തിക്കുന്നത്. ഈ ഉദാഹരണം ഞാൻ എഴുതി വെച്ചേക്കുവാ. കർത്താവ് എന്നെ കാണിച്ചെന്ന വിഷനാണ്. ഈ വിഷനും ഈ കാര്യം എൻ്റെ ഹൃദയത്തിൻ്റെ ഓർമ്മയിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, സ്വർഗ്ഗം എന്നോട് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഇത് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുക. വെട്ടാതെ കരക്കിരിക്കുന്നവനെ നോക്കണ്ട, വെട്ടിവൻ ഇന്നല്ലെങ്കിൽ നാളെ ആ മഴ ഉപയോഗിക്കാൻ പഠിക്കും. ചില മഴ ഉപയോഗിക്കുന്ന ആളുകൾ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. ശക്തി പ്രാപിച്ച അഭിഷക്തന്മാരായ അപ്പോസ്തലന്മാരെ അതുവരെ വിളിച്ചതിരുന്നത് ഭീരുക്കളെന്നായിരുന്നു. പക്ഷേ പിന്നീട് അവരെ പറഞ്ഞ എന്നാന്നറിയോ? ഭൂമിയെ തലകീഴായി മറിക്കുന്നവർ ഇവിടെയും വന്നു. ഭൂമിയെ തലകീഴായി മറിക്കുന്നവർ ഇവിടെയും വന്നെന്നാ. എന്ന് പറഞ്ഞാൽ അവര് രോഗികളെ സൗഖ്യമാക്കുക മാത്രമല്ല ചെയ്തത്, അവരൊരു സ്ഥലത്ത് ചെന്നാൽ അതിനങ്ങ് തലകീഴാക്കി വെച്ച് കളയും. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചു ആമേൻ പറ. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെല്ലുക.
ആ ശമരിയ പട്ടണം മുഴുവൻ ദൈവിക സന്തോഷത്തിലേക്ക് വന്നു കളഞ്ഞു. എല്ലാവരെയും തലതിരിച്ചു വെച്ച് കളഞ്ഞു. അവിടെ ഒരു മന്ത്രവാദി ഉണ്ടായിരുന്നു. അവനായിരുന്നു അവിടെ ഭ്രമിപ്പിച്ചുകൊണ്ടിരുന്നത്. വേദപുസ്തകം പറയുന്നത് അവനും ഇവന്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, എനിക്കും നിന്റെ കൂടെ ചേരണം. സഭയോട് തിരുവനന്തപുരത്തോട് ദൂത് പറയുക, മന്ത്രവാദികൾ മാനസാന്തരപ്പെടാൻ പോകുന്നു, ദുർശക്തികൾ മാനസാന്തരപ്പെടാൻ പോകുന്നു, എതിരാളികൾ മുട്ടുകടക്കാൻ പോകുന്നു. ഈ സഭയിൽ മാത്രമല്ല കേട്ടോ, ഈ പട്ടണത്തിൽ മഹാസന്തോഷം വരുന്നു. The dynamic anointing, the dynamis is working. Thank you, Jesus. Judana na salaka rakama rusini na malahadoro. Jesus. ഒരു ഫിലിപ്പോസിന് ഒരു പട്ടണം മാറ്റാമെങ്കിൽ നിനക്ക് ഒരു വീട് മാറ്റാം, നിനക്ക് ഒരു സമൂഹം മാറ്റാം, ഒരു വില്ലേജ് മാറ്റാം, ഒരു ഏരിയ നിനക്കതിന് കഴിയും. നീ വിചാരിച്ചാൽ ലോകം തലകീഴാകും. തലകീഴാക്കാനുള്ള അഭിഷേകമാണ് നിന്റെ മേലുള്ളത്. ഡൈനാമിക് എബിലിറ്റി ടു കോസ് ചേഞ്ചസ്. I can change something. I can change this. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? കൂടുതൽ പേര് എഴുന്നേറ്റ് നിൽക്കുവോ? ബാക്കിയുള്ളവരും കൂടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനില്ല. പരിശുദ്ധാത്മാവിനെ നമ്മൾ കാണുന്നത് എൻ്റെ മേൽ വന്നു, എനിക്ക് അഭിഷേകം ഉണ്ടായി, എനിക്ക് അന്യഭാഷ ഉണ്ടായി, എനിക്ക് വരങ്ങളുണ്ടായി, ഇനി എനിക്ക് അങ്ങോട്ട് പ്രവചിക്കാൻ പറ്റും, എനിക്ക് രോഗശാന്തി ചെയ്യാൻ പറ്റും, അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല സ്വർഗത്തിൻ്റെ പദ്ധതി. ദൈവം നിന്റെ മേൽ അഭിഷേകം വെച്ചപ്പോൾ സ്വർഗം നിന്റെ കൂടെ നിൽക്കുക. തൃത്വത്തിൽ മൂന്നാമൻ, ഈ ഭൂമിയിൽ സകലതും ചെയ്തെടുത്തവൻ നിന്റെ മേലിരുന്നിട്ട് ഈ ഭൂമിയിൽ ചിലത് ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ശരിക്കും പറഞ്ഞ ഈ ഭൂമിയിലെ മാറ്റങ്ങൾക്ക് നിങ്ങളാണ് തുടക്കക്കാർ. ഈ ഭൂമിയിലെ വ്യത്യാസങ്ങൾക്ക് നിങ്ങളാണ് കാരണക്കാർ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. A to Z, ഫിസിക്കലി, മെന്റലി, എല്ലാ മേഖലയിലും നിനക്ക് മാറ്റം വരുത്താം. നിനക്കതിന് ശക്തിയുണ്ട്. Thank you, Jesus. ഒന്ന് കര ഉയർത്തി പറഞ്ഞേ, I am able, I am strong, I am strong, I am able, I am strong enough to change the things. I am strong, I am able. പറ, വായ തുറക്ക. I am strong, I am able. പരിശുദ്ധാത്മാവ് വന്നത് ശക്തിയെ പകരാനാണ്. പക്ഷേ ശക്തി ഉണ്ടെന്ന് സഭ സമ്മതിക്കത്തില്ല, വിശ്വാസികൾ സമ്മതിക്കത്തില്ല. പരിശുദ്ധാത്മാവ് വന്നത് നിങ്ങളെ ശക്തരാക്കാനാണ്. Wonderful Jesus. Hallelujah. Hallelujah. Wonderful Jesus. പരിശുദ്ധ കർത്താവേ, ഞാൻ ഒരു അഭിഷേകത്തിനായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുന്നതെന്ന് പറയുന്നത് തെറ്റാണ്. അഭിഷേകം നിങ്ങളുടെ മേലുണ്ട്. എന്നാൽ നിങ്ങളുടെ മേലുള്ള ചാരം അത് ഇന്ന് പകൽ നീങ്ങിയിട്ട് തിളക്കമുള്ളവരാകാൻ പ്രാർത്ഥിക്കുകയാണ്. ജ്വലനം ഉണ്ടാകാൻ. ഹല്ലേലൂയ. കാരണം നിങ്ങളിൽ പലരും ഇന്നു മുതൽ ജ്വലിക്കുന്നവരാകും. ഇന്നു മുതൽ നിങ്ങൾ ജ്വലിക്കുന്നവരാകും. You are going to shine. You are going to shine. You are going to shine. Baraka sanaka rantu runana hasalaba. ചിലതിനെ മൂവ് ചെയ്യുന്ന ആളുകളാകട്ടെ നിങ്ങൾ. എഡ്വിൻ ബ്രദർ പ്രസംഗിക്കുന്ന ആളല്ല, ചിലതിനെ വെളിപ്പെടുത്തുന്ന ആൾ, ചിലതിനെ മൂവ് ചെയ്യുന്ന ആളുകൾ, ചിലതിനെ മൂവ് ചെയ്യിക്കുന്ന ആളുകൾ. യേശുവിന്റെ നാമത്തിൽ ഈ പകൽ ഇവരുടെ മേൽ കിടന്ന ആശയക്കുഴപ്പങ്ങളെ നീ നീക്കിയതിന് നന്ദി. ഇവർ തീക്കനലുകൾ പോലെ ഈ പകൽ മുതൽ ജ്വലിക്കട്ടെ. നിങ്ങളുടെ മേൽ ഒരു ആത്മാനുഭവം വരുന്നത് നിങ്ങൾ അനുഭവിക്കേ. Receive new grace. Receive new grace. പുതിയ കൃപകൾ. Come on, come on. കൈ അടിച്ചു റിസീവ് ചെയ്യേ. Come on.
തീ 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 the fire. ഞാൻ ലിറ്ററലി കാണുകയാ, പലരുടെ മേൽ തീ കത്തുന്നു, ശരിക്കും തീ കത്തുന്നു. പരിശുദ്ധാത്മാവിന്റെ തീ കത്തുന്നു, പരിശുദ്ധാത്മാവിന്റെ തീ കത്തുന്നു. I know the anointing, the fire. Rato loto loko lo na rama na na siliko roko. The anointing നിർത്തല്ലേ, അത് നിന്റെ മേൽ വരുന്നത്. സ്റ്റോപ്പ് ചെയ്യല്ലേ. Receive more fire, more fire. ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെല്ലുന്നത് ചില മാറ്റങ്ങൾ വരുത്താനാണ്. ഇന്ന് പകൽ മുതൽ നിന്റെ വീട്ടിലെ കാര്യങ്ങൾ മാറ്റം വരികയാണ്. നീ ചെല്ലുന്ന സമൂഹം മാറുകയാണ്, നീ ചെല്ലുന്ന പട്ടണം മാറുകയാണ്, നീ ചെല്ലുന്ന കുടുംബങ്ങൾ മാറുകയാണ്. നിനക്ക് മാറ്റാൻ കഴിയും, മാറ്റാൻ കഴിയുന്നൊരു ദൈവകൃപ നിന്റെ മേൽ ഇന്നു മുതൽ ചലിക്കുകയാണ്. Menatala kata laka roko noro salama jini mane andalo hora nasine kabara dako risala ഭാരതം മാറ്റപ്പെടുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ. ഇന്ത്യ മാറ്റപ്പെടുന്നത് വിശ്വസിക്കുന്നു. ഇവരിലൂടെ ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നു. പട്ടണങ്ങൾ പിടിക്കപ്പെടുന്നു, പട്ടണങ്ങൾ മാറുന്നു. ഹല്ലേലൂയ. You are a city changer. You are a city changer. Yes. You are a state changer. You are a state changer. Hallelujah. You are a national changer. You are a national changer. ഒരു രാജ്യത്തെ മാറ്റുന്നവനാണ് നീ. ഗിനന ഹസന മനന സിലുകോ. ഇവിടുന്ന് ഇറങ്ങി നിങ്ങൾ ബലഹീനരാണെന്ന് പറയല്ലേ. ഇവിടെ ഇറങ്ങി എനിക്ക് കഴിവില്ല എന്ന് പറയരുത്. ഇവിടെ ഇറങ്ങിയിട്ട് നിങ്ങൾ പറയണം, എനിക്ക് ശക്തിയുണ്ട്, എനിക്ക് ചിലത് ചെയ്യാൻ പറ്റും, എൻ്റെ വീട്ടിലെ ചില കാര്യങ്ങളെ മാറ്റാൻ എനിക്ക് കഴിയും, എൻ്റെ സമൂഹത്തിലെ ചില കാര്യങ്ങൾ മാറ്റാൻ എനിക്ക് കഴിയും. ഐ എം ഏബിൾ, എനിക്ക് പറ്റും, എനിക്ക് സാധ്യമാണ്. നിങ്ങൾ പറയാൻ തയ്യാറാണ്, അതിനുവേണ്ടി സ്റ്റെപ്പ് വയ്ക്കാൻ തയ്യാറാണ് എങ്കിൽ ചലഞ്ച് ചെയ്ത് പറയാം. ഇന്നു മുതൽ നിങ്ങളത് അനുഭവിക്കാൻ തുടങ്ങും. എന്നോട് പരിശുദ്ധാത്മാവ് എന്തെങ്കിലും പറയാതെ ഞാൻ പറയാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ, എന്നോട് കർത്താവ് പറഞ്ഞു ദൂത് പറയാനും പോകരുത്, നീ ഇന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാണ് പറയേണ്ടത്. ഞാൻ അഞ്ചലിലും പറഞ്ഞില്ല. മീറ്റിംഗ് കഴിഞ്ഞിട്ട് രോഗികൾക്കായി പ്രാർത്ഥിച്ചു, അസാധാരണമായ സൗഖ്യങ്ങളുണ്ടായിരുന്നു. എൻ്റെ കാരണം എന്നോട് കർത്താവ് പറഞ്ഞു, നിന്റെ ഫുൾ എനർജിയും ഇവരാരാന്ന് പറയാൻ പറ. എൻ്റെ ഫുൾ എനർജിയിലും ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിയും, നിങ്ങൾക്ക് അതിന് സാധ്യമാവും.